ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വരി പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ടാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും പെരുന്നാൾ വിശേഷങ്ങൾ പറയാനായിട്ട് എന്താണ് പുഴയും പാടവും ഒക്കെ കാണിക്കുന്നത്. അപ്പം അത് വേറെ ഒന്നുമല്ല. അപ്പം നമ്മുടെ കാക്കാൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു അറവ് നടക്കുന്നുണ്ട്. അപ്പം അതിനൊന്ന് പോത്തിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതിനായിട്ട് ഞങ്ങൾ കുറച്ച് പുല്ലൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം നമ്മളെ ബേക്കിൽ പാടത്താണ് ഞങ്ങൾ പുല്ലൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പം ഞാനും ഇത്താത്തയും കുട്ടികളും കൂടിയാണ് പോയത്. അങ്ങനെ ഞങ്ങളിതാ പുല്ലൊക്കെ പറിക്കുകയാണ്, പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട് പുല്ലൊക്കെ പറിക്കുകയാണ്. അപ്പം ഞങ്ങൾ അടുത്തുള്ള പുഴൻ്റെ അരുവിലൊക്കെ നല്ല പുല്ലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ടാണ് പുല്ല് പറിക്കുന്നത്. അപ്പം അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമ്മളെ വീടൊക്കെ കാണാം. അങ്ങനെ ഞങ്ങളിങ്ങനെ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, ഇന്ന് പോത്തിനെ കൊണ്ടുവരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞങ്ങൾക്കൊരു ചാക്ക് പുല്ലൊക്കെ കിട്ടി. ഞങ്ങൾ പുല്ലൊക്കെ പറിച്ച് റെഡിയായി വരികയാണ്. ഇനി പോത്ത് വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുക. പോത്തിന് തിന്നാനുള്ള പുല്ലൊക്കെ കുട്ടികൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല രസമാണ് ഇതിന് നോക്കി നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കലും അതിന് തിന്നാൻ കൊടുക്കലും വെള്ളം കൊടുക്കലും ഒക്കെ ചെയ്യാണ്. പിന്നെ ഇന്ന് പെരുന്നാരാവാണ്, മാത്രമല്ല നോമ്പും കൂടിയാണ്, അറഫ നോമ്പാണ്. അപ്പം അതിനായുള്ള നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള പത്തിരിയൊക്കെ ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പം പത്തിരിയും ചിക്കൻ കറിയുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരും നോമ്പൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ പത്തിരിയൊക്കെ ഞാൻ ഉണ്ടാക്കി, അതിൻ്റെ കൂടെ കറിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല നാളെ പെരുന്നാളായതുകൊണ്ട് ഞാൻ അടയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം പത്തിരിയൊക്കെ അമർത്തലൊക്കെ കഴിഞ്ഞ് ഞാൻ ചുട്ടെടുക്കുകയാണ്. ഇനി ചുട്ടെടുത്തതിന് ശേഷം എനിക്ക് വേറെയും കൂടി പണിയുണ്ട്. പെരുന്നാരാവാണല്ലോ, അപ്പം കുറച്ച് അട ഉണ്ടാക്കണം. അപ്പം ഞാനിതാ അടപ്പണിയും കൂടിയാണ്. അപ്പോൾ പത്തിരി ചുട്ട് കഴിഞ്ഞ് വേഗം അടൻ്റെ പണിയും കൂടി നോക്കുകയാണ്. എന്തായാലും ചെയ്യണമല്ലോ, അപ്പം നേരത്തെ തന്നെ ചെയ്താൽ അത് കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അടൻ്റെ പണിയും കൂടി തീർക്കുകയാണ്. അങ്ങനെ ഞാൻ അടൻ്റെ ഇലയിലൊക്കെ പത്തിരി മാവൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ മൈദപ്പൊടി കൊണ്ടാണ് അട ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ അട എല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ അടപ്പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ പിള്ളേർക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ടെടുത്തു. നേരം വെളുത്തു, കുട്ടികൾ ഡ്രസ്സൊക്കെ മാറ്റി ഇതാ ഫോട്ടോസൊക്കെ എടുക്കാൻ ഹിബിനും അതൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ ഞാൻ പിന്നെ പെരുന്നാളിനായിട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ രാവിലെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ഓരോ അടയും കട്ടൻ ചായയും കൂടി കുടിക്കും. പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും തിന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അറവ് തുടങ്ങിട്ടോ. അപ്പോൾ കാക്കാൻ്റെ വീട്ടിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് കാക്കാൻ്റെ വീട്. അപ്പോൾ അവിടെ വെച്ചിട്ട് അറവാണ്. അപ്പോൾ അറവിനായിട്ട് എല്ലാവരും ഇറച്ചിയൊക്കെ വാങ്ങാൻ വേണ്ടി വരികയാണ്. അപ്പം നല്ല തിരക്കാണ് ഇറച്ചി വാങ്ങാനായിട്ട് ആളുകൾ. അപ്പം എല്ലാ വീട്ടിലും ടോക്കനൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് ടോക്കനായിട്ട് ആളുകൾ വരികയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി പോത്തിനെ അറക്കാനായിട്ട്. അപ്പം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആളുകൾ തടിച്ചു കൂടിയിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്നായിരുന്നു പിന്നെ പാക്ക് ചെയ്യലും. അങ്ങനെ എന്തായാലും അതൊക്കെ തന്നെ ഭംഗിയായിട്ട് കഴിഞ്ഞു, സ്പീഡിൽ തന്നെ കഴിഞ്ഞു. ശേഷം പിന്നെ അറവൊക്കെ കഴിഞ്ഞു, ആളുകളൊക്കെ പോയി, എല്ലാം കഴിഞ്ഞു. പിന്നെ
പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ, എല്ലാവർക്കും ഈദ് മുബാറക്.